എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ നേരം വെളുക്കാൻ കുറച്ചിങ്ങനെ താമസമുണ്ട് കേട്ടോ. നേരം വെളുത്തു കഴിഞ്ഞാലെങ്കിലോ നല്ല ചൂടാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് തുണി തയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം സനക്കുട്ടി വന്നത് നോക്കുന്നത് നോക്കിക്കേ. ഇപ്പം ഈ തുണി എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇതിപ്പം എനിക്ക് വേണ്ടി തയ്ക്കാനല്ല, ഇത് ഉമ്മാക്ക് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം വെട്ടിയിട്ട് പിന്നെ ആ ഒരളവിൽ ബാക്കിയുള്ളതെല്ലാം വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഉമ്മാക്കാണെങ്കിൽ ആര് തയ്ച്ചാലും ശരിയാവത്തില്ല, ഞാൻ തന്നെ തയ്ച്ചു കൊടുത്താലേ ഉമ്മാക്ക് ശരിയാവത്തുള്ളൂ. അപ്പം അത്രയും കംഫർട്ടാണ് ഞാൻ തയ്ക്കുന്നതെന്നാണ് ഉമ്മ പറയണത് കേട്ടോ. പക്ഷെ എനിക്ക് സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇതിനിടയിൽ തയ്യലൊന്നും നടക്കാത്തത്. എനിക്കും ഇഷ്ടമാണ് ഉമ്മാക്ക് ഇങ്ങനെ തുണിയെടുക്കാനും തയ്ച്ചു കൊടുക്കാനും ഒക്കെ. പക്ഷേ ഈ ഇടയ്ക്ക് ഇങ്ങനെ കൈവേദനയും കഴുത്തുവേദനയൊക്കെ വന്നപ്പോഴാണ് തയ്യലൊന്നും സ്റ്റോപ്പായത്. പിന്നെ ഈ കുക്കിങ്ങും വീട്ടുകാരിയും എല്ലാം കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീരെ സമയം കിട്ടുന്നില്ലായിരുന്നു. അതാണ് വാസ്തവം. മുൻപൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഈ മക്കളൊക്കെ ചെറുതായിരുന്ന ആ സമയത്തും ഒക്കെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രമേ എപ്പോഴും ഞാൻ തയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പം ഇഷ്ടമുള്ള തുണി എടുക്കുക, വെട്ടുക, തയ്ക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പണി കേട്ടോ. പിന്നെ ഇവർ ചെറുതായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് തയ്ക്കാനിരിക്കണം. അപ്പം നിസാറിക്ക് ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഉറങ്ങാനായിട്ട് അതായത് ഉറക്കം ഇങ്ങനെ കണ്ണി പിടിക്കുമ്പോൾ മെഷീൻ്റെ കടപെട്ട സൗണ്ട് കേൾക്കുമ്പോഴേക്ക് എൻ്റെ അടുത്ത് പറയും, ഇപ്പോഴാണ് തയ്ക്കണത്, പകൽ തയ്ച്ചുകൂടെയിരുന്നൊക്കെ ചോദിക്കുമായിരുന്നേ. അന്നൊക്കെ മക്കൾ ചെറുതായിരുന്ന സമയമായിരുന്നു കേട്ടോ. ആ സമയത്ത് അവർ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. കാരണം ഇതുപോലെ തയ്ക്കാനോ TV കാണാനോ അങ്ങനെയൊന്നും ഞാൻ നിൽക്കത്തില്ലായിരുന്നു കേട്ടോ. ഇവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ട് ഞാൻ കിടത്തി ഉറക്കിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് അവർക്കുള്ള പാലോ ഫുഡോ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ ഉസ്താദ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ സ്കൂളിൽ പഠിക്കാനുള്ളത് അങ്ങനെ കൃത്യമായിട്ട് അവരങ്ങനെ ചിട്ടയോടെയൊക്കെ ആയിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ TV ആ സമയത്തൊന്നും ഇടത്തില്ല. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നൊക്കെ കാസറ്റ് അല്ലേ, അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് രാത്രി ഇവർ ഉറങ്ങിയ ശേഷം അല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോയ ശേഷം ആയിരിക്കും ഇതൊക്കെ ഇരുന്ന് കാണുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇന്നിപ്പം ഞാൻ വളരെ ഫ്രീ ആയി എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇതുപോലെ ഞാൻ ഒരെണ്ണം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തുണി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പിന്നെ ആ ഒരു അളവിനെല്ലാം അങ്ങ് വെട്ടിയെടുക്കുകയാണ് ചെയ്യണതേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ജോലികൾ അത് ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ ആരെങ്കിലും വിളിക്കുകയോ എവിടേക്കെങ്കിലും ഞാൻ ഇറങ്ങി പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യുന്ന ജോലി അങ്ങ് പൂർത്തീകരിക്കാൻ നോക്കത്തേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും നടക്കുന്നില്ല. അതാണ് വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയണതെന്ന് വെച്ചാൽ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ ഉറങ്ങിക്കളയാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലത് കേട്ടോ. നമ്മൾ ഉറങ്ങാനാണെങ്കിൽ പിന്നെ നമുക്ക് ഉറങ്ങാനേ നേരം കിട്ടത്തുള്ളൂ. അപ്പം അപ്പോഴേക്കും നമുക്ക് മടിയും വരും. അപ്പം മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനത് വെട്ടി വെച്ച ശേഷം ഉച്ചത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാനായിട്ട് വന്നതാണേ. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് കുറച്ച് പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകമൊക്കെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയതും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ചധികം കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ എരിവ് കഴിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ മറ്റുള്ളവർ. അപ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു 2 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കാസ്റ്റ് അയൺ സോസ് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടും കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനൊന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം കാസ്റ്റ് അയണിലൊക്കെ ഉണ്ടാക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാണ്. നിങ്ങൾക്കൊക്കെ കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ? പിന്നെ ഇത് കോട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് വേറെ എണ്ണ തേച്ച് വെക്കുക ഒന്നും വേണ്ട കേട്ടോ. പലരും ഞാൻ ഇതുപോലെയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പല ഡൗട്ടുകളും ചോദിക്കാറുണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോൺ സ്റ്റിക്കിലൊക്കെ കുക്ക് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ഇപ്പം ആരോഗ്യപരമായിട്ട് എപ്പോഴും നല്ലത് ഇതുപോലെ മൺചട്ടി അല്ലെങ്കിൽ കാസ്റ്റ് അയണിലൊക്കെ കുക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ.
ഇതിൽ നമുക്ക് ഇതിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാനേ. ഇവിടെ പിന്നെ ഒരുപാട് എരിവൊന്നും നമ്മൾ അങ്ങനെ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് എല്ലാ കറികൾക്കും കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് എനിക്കറിയാം നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇതിന് പകരമായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇതാ ഇളക്കി കൊടുക്കണം. ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനൊന്ന് ഒരു 2-3 മിനിറ്റിന് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാനേ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ മൂടി മാറ്റിയിട്ട് വീണ്ടും ദാടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ മക്കൾ പഠിക്കുന്നതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങളന്ന് സൗദിയിലായിരുന്ന സമയമാണ്. ഈ മക്കളൊക്കെ ചെറുതായിരുന്നതും ആ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം നാട്ടിലുള്ളതിനേക്കാളും സൗകര്യം ഇപ്പം വിദേശത്തൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് പഠിക്കാൻ അവിടെ സൗകര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടേ. ഇതിലേക്ക് ഞാൻ 3 സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇനി എല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണെന്ന്. അപ്പം ഞാൻ ഇപ്പം പുറത്ത്, അതായത് ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും, പക്ഷെ നാട്ടിലാവുമ്പം മക്കൾക്ക് എനിക്ക് തോന്നുന്നു പഠിത്തത്തിൽ വലിയ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടത്തില്ലാന്നേ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കാര്യം നമ്മൾ മക്കൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗസ്റ്റ് വരുന്നത്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ പിള്ളേരെ കോൺസെൻട്രേഷൻ ആ പഠിത്തത്തിൽ നിന്ന് വിട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിലും പ്രത്യേകതയുണ്ട് കേട്ടാ. ഇപ്പം നമ്മളെ നാട്ടിൽ പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ എങ്ങനെയും എവിടെയും പോയി ജീവിക്കാൻ അറിയാവുന്ന മക്കളാണ്. മറ്റവര് ഗൾഫിലൊക്കെ പഠിക്കുന്ന മക്കളാകുമ്പോൾ 4 ചുവരിനുള്ളിൽ അങ്ങനെ ജീവിക്കണ മക്കളാവും. അപ്പൊ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും മുന്നേറുന്നത് നാട്ടിൽ പഠിക്കുന്ന മക്കൾ തന്നെയാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. പിന്നെ അതിൽ നിന്നും ഒക്കെ മാറി ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ വന്നു, വിദ്യാഭ്യാസ രീതിയിൽ വ്യത്യാസം വന്നു. ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ. നമ്മളുടെ പാകത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും തക്കാളിയൊക്കെ ചേർക്കുമ്പം 1 തക്കാളി മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. കൂടുതൽ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഒരുപാട് തക്കാളിയുടെ ഉപയോഗമൊന്നും ഞാൻ ഇല്ലാത്ത ഒരാളാണേ. അപ്പം ആ 1 തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനുള്ളത് കേട്ടോ. ഇനി വേറെ പണികളൊന്നും ഇതിൻ്റെ ഇടയിലില്ലേ. എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്തെന്നറിയോ, നമ്മൾ മക്കളുടെ അടുത്തൊക്കെ ഫോൺ എടുക്കരുത്, നെറ്റ് ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന മക്കളുടെ അടുത്തൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം അവർ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ അല്ലേ കയറുന്നത്. അപ്പം അവർ ഫുള്ളി അതിൽ പഠിത്തമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം നമ്മൾ കൂടെ ഇരിക്കണം അവരെ ക്ലാസ്സിൽ. പക്ഷെ അതൊക്കെ ഒരു തലവേദന പിടിച്ച ജോലി തന്നെയാണ് അല്ലേ. നിങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സിനോട് യോജിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? പിന്നെ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്യിട്ടു പാത്രത്തിലേക്ക്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇത്ര ഇട്ട ശേഷം ഞാനിവിടെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തൊണ്ടമുളകും പകുതി സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സോറി, കറിവേപ്പിലയല്ല പുതിനയിലയാണ് എടുത്തത് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മൊത്തം എങ്ങനെയെങ്കിലും ഈ കിച്ചണിലെ ജോലി തീർത്തിട്ട് തയ്ക്കാൻ പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റെഡി ആവാനായിട്ടാണ് ഒന്ന് മൂടി വെച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തിളച്ച വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെട്ടി തിളയ്ക്കുകയും ചെയ്യും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്ക് ഞാനിവിടെ നമ്മളുടെ കൈമ റൈസ് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലെടുത്തു കഴിഞ്ഞാൽ ഞാനിത് റോസ് കൈമേനെ. ഇപ്പം നിങ്ങളുടെ മലബാർ, കണ്ണൂർ ആ സൈഡിലൊക്കെ നല്ല കൈമ റൈസൊക്കെ കിട്ടുമല്ലോ. നമ്മളുടെ ഇവിടെ കമ്മി തന്നെയാണ് കേട്ടോ.
നോക്കി വാങ്ങണം. ഇവിടെ എല്ലാവരും അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് അതായത് മലബാറുകാരെ അപേക്ഷിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് അധികം ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മൂടി വെച്ച് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ജോലിയും അവിടെ കഴിഞ്ഞു. എനിക്കിങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിങ്ങനെ എന്നെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ചെയ്ത് തീർക്കണത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം എന്നെപ്പോലെ ചിന്തിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. അപ്പം അതേ എനിക്ക് മാത്രമുള്ള സൂക്കേടാണോ ഇതൊന്നും കൂടി അറിയാനാണേ. അപ്പോൾ അതായത് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം തൈരും കൂടി എടുത്താൽ മാത്രം മതി. കുറേ നാളായി തയ്ച്ചിട്ട്. ഉമ്മാക്കാണെങ്കിൽ ഞാൻ തയ്ച്ചാലേ ശരിയാവും. എനിക്കാണെങ്കിൽ പണ്ട് ഞാൻ എൻ്റെതൊക്കെ ഞാൻ തന്നെ തയ്ച്ചോണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സമയം കിട്ടത്തില്ല. പക്ഷെ ഉമ്മക്ക് ആരൊക്കെ തയ്ച്ചിട്ടും ഞാൻ തയ്ക്കുന്നത് പോലെ ആവൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തായാലും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക തന്നെ. എനിക്കിഷ്ടമാണ് കേട്ടോ തയ്ക്കാന്. എനിക്കാണെങ്കിൽ ഈ വെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ തയ്ക്കാതെ ഇവിടെ നിന്ന് മാറാൻ ഇഷ്ടമേ അല്ല. നിന്റെതെല്ലാം തയ്ക്കുന്നതല്ലേ പണ്ട് എന്റേതെല്ലാം ഞാൻ തന്നെ ആയിരുന്നു തയ്ച്ചോണ്ടിരുന്നത് കേട്ടോ. ഞാൻ വലിയ തയ്യക്കാരിയൊന്നുമല്ല, എന്നാലും തെറ്റില്ലാതൊക്കെ തയ്ക്കുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സമയം കിട്ടാതെ വന്ന് ഈ ഷൂട്ടും കുക്കിങ്ങും എല്ലാ തിരക്കും കൂടെ വരുമ്പോ എല്ലാം കൂടി പറ്റത്തില്ല. കാരണം ഇവിടെ നല്ല ചൂടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ് ഇവിടെ നിന്നൊക്കെ. അപ്പം എനിക്ക് ചൂടത്തിരുന്ന് തയ്ക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഫാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ എന്റെ തയ്യൽ മെഷീൻ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലമാണ്. നിസാർക്കയെ സംബന്ധിച്ച് നിസാർക്കയ്ക്ക് ഇവിടെ ഒന്നും ഇങ്ങനൊന്നും വെക്കുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ ഞാൻ തയ്യൽ മെഷീൻ എവിടെ വയ്ക്കും? റൂമുകളിലെല്ലാം മക്കളൊന്നും അവരവരുടെ റൂമുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ എനിക്ക് തയ്യൽ മെഷീനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും സ്വസ്ഥതയോടെ ചെയ്യണം. അപ്പോൾ നല്ല ഒരു കാമൺ ക്വയറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതികളല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തയ്യൽ? നല്ല തയ്യക്കാരൊക്കെ നമ്മളുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാരും തയ്ക്കൂലിയോ എന്ന് ചോദിച്ചാൽ തയ്ക്കും കേട്ടാ. പക്ഷെ അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ ഈ തയ്യൽ വരുന്നില്ല ആ ഭാഗമൊക്കെ നോക്കും. എനിക്ക് നല്ല പെർഫെക്ഷൻ വേണം തയ്യല്. എങ്ങനെങ്കിലും അങ്ങ് അടിച്ചു കളഞ്ഞ് എനിക്കത് ഇഷ്ടമേ അല്ല കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അത് വലിയ തയ്യക്കാര് പോലും സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ ഇല്ലാതെ തയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊടുത്ത എൻ്റെ ഒരു അനുഭവം പറയാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എനിക്ക് ഷബ്നാട് അവിടെ തയ്ച്ചാലേ എന്റേത് ശരിയാവത്തുള്ളൂ. ഉമ്മാക്കാണെങ്കിൽ ഞാൻ തയ്ച്ചു കൊടുത്താലേ ശരിയാവത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം തയ്ക്കാനുള്ളതാണ്. ഞാൻ വെട്ടിയെടുത്തതില്ലേ, ഇതെല്ലാം ഒരുമിച്ച് തയ്ച്ചിട്ട് കാണിച്ചു തരാം. ഊണ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിസാറിക്ക് അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങണേ. അപ്പം നിസാറിക്ക് പറയുന്നുണ്ട് നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോണില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായൊക്കെ വന്ന് ഇപ്പം ഇറങ്ങിയാണ്. കാരണം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നിസാറിക്കൊക്കെ ഇവിടെ തിരിച്ചെത്തണം. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് വേഗം തിരിച്ചെത്താം. കാരണം എനിക്കും തിരിച്ചെത്തിയേ പറ്റത്തുള്ളൂ. ഞാനിപ്പം തയ്ക്കാനിരുന്നെങ്കിലും ഫുള്ള് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എനിക്കത് തയ്ക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഏത് ജോലിയായാലും അത് തീരുന്നത് വരെ എനിക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ സമാധാനിക്കാൻ ശ്രമിച്ചാലും അതെന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതെന്താണ് അതിന്റെ സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടാ. സനക്കുട്ടി വന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് വീണല്ലേ. എന്നിട്ട് സനക്കുട്ടിയുടെ മുട്ട് പോറിയല്ലേ അല്ലടാ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് കേട്ടാ. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ലാന്ന് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ 1-2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതേ വെയിലിറങ്ങിയപ്പോഴാണ്, നട്ടുച്ചയാണെങ്കിലും നല്ല റഷ് കേട്ടാ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് എന്തോ ഒരു തിരക്കാണ്. അപ്പൊ നിസാറിക്ക് പറയുന്നുണ്ട് നിന്നെ പോലെയുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ റോഡിലുള്ളത്.
എന്തായാലും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഓരോ കാര്യത്തിലും എനിക്ക് പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്ര മണിക്കുള്ളിൽ വരണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1-2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കനകക്കുന്നിലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അറിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ചിലപ്പോൾ സമീറയ്ക്ക് ഇഷ്ടപ്പെടും, പോയി നോക്കെന്ന് പറഞ്ഞേ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ കനകക്കുന്നിലെ എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പൊ ഈ ഒരു സമയമാണ് എപ്പോഴും നല്ലതും. തിരക്കില്ലാതെ നമുക്ക് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ട് വരാമല്ലോ. നല്ല ചൂടാണ്, പക്ഷെ ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ല എല്ലായിടെ AC ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും നോർമലി ഉള്ള എക്സിബിഷൻ ഇല്ലേ, അതുപോലത്തെ എക്സിബിഷൻ തന്നെയാണ്. അപ്പം നിസാറിക്ക് പറയുന്നുണ്ട്, ഇതിനാണോ നീ എന്നെയും വിളിച്ചോണ്ട് വന്നത്, തന്നെ വന്നാ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് ഇപ്പോഴും തന്നെ ഞാൻ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കണം എന്തെങ്കിലുമൊക്കെ. ഞാനിങ്ങനെ നോക്കും കേട്ടോ ഓരോന്നും. ഇവിടെ പിന്നെ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല കേട്ടോ, പല സ്റ്റേറ്റിൽ നിന്നുള്ളവരുടെ പല തരത്തിലുള്ള എക്സിബിഷനും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പം എല്ലാ സ്റ്റാളിലും കയറത്തക്ക രീതിയിലാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഷോള് കണ്ടോ, ഈ ടൈപ്പൊക്കെ എൻ്റെ കയ്യിൽ മുൻപ് ഉള്ളതാണ്. സുൽത്താനും റിസ്വാനും ഒക്കെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ബാംഗ്ലൂർ പോകുമ്പം അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ. പിന്നെ കട്ടിയുള്ളതുണ്ട്, അതൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ കഫ്താൻ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഫ്താൻ. പക്ഷേ വില നോക്കിയപ്പോഴേക്ക് ആ വിലക്കുള്ളതൊന്നും ഇല്ല കേട്ടോ. അപ്പം അതും വേണ്ടാന്ന് വെച്ചു. അപ്പം നമുക്ക് വെർത്തായിട്ട് തോന്നണമെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുമ്പം നിസാർക്ക് കുറേ മുന്നിലായിരിക്കേ. ഞാനാണ് ഈ ഒരു ചട്ടിയും കാലവും അതും ഇതുമൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത് കേട്ടാ. പിന്നെ സനമോള് പിടിക്കാതിരിക്കാൻ വേണ്ടി ഫാബ്രിമോള് സനമോളെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേ. അപ്പം മൺചട്ടിയൊക്കെ ഇങ്ങനെ എത്ര ഉണ്ടെങ്കിലും കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. എന്തായാലും ഇപ്പം ഞാൻ മനസ്സിനെ പറഞ്ഞുറപ്പിച്ച് ആണ് വന്നത്, അതൊന്നും എടുക്കത്തില്ല എന്ന്. അപ്പൊ ഇത് കണ്ട, ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ ഒരു ഷോ പീസ് പോലെ വെക്കാൻ പറ്റിയത്, അയൺ ബോക്സ് ഇങ്ങനെയൊക്കെയുള്ള. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളത്. ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് കളക്ട് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കുന്നവർക്കൊക്കെ ഇത് കൊള്ളാം കേട്ടോ. അപ്പം മിക്സി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കി കാണാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് ഇങ്ങനെ നോക്കണത്. നല്ല ഭംഗിയുണ്ട്. സനക്കുട്ടി ഇങ്ങനെ അതിൽ കൈവയ്ക്കാതിരിക്കാൻ എൻ്റെ കണ്ണ് സനയുടെ കണ്ണിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ കിളിക്ക് കാണിച്ചപ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടാ. അപ്പം ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോന്നും കണ്ട മുന്നോട്ട് പോയിട്ടാണ് പിന്നെ അടുത്ത സ്റ്റാളിലേക്കാണ് അടുത്തുള്ളത് കേട്ടോ. അപ്പൊ താഴെ നമ്മൾ ഇതുപോലെ ചൂടത്ത് ഇറങ്ങി വേണം ചുറ്റി നടക്കാൻ. പാവം സനക്കുട്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ലേ, അവള് തന്നെ നടക്കണം. അപ്പം ഞാൻ കൈ പിടിക്കാൻ നിന്നപ്പം ഞാനും പിടിക്കണ്ട, ഫാബിയോളും പിടിക്കണ്ട, നിസാറിക്കയുടെ കൈ പിടിച്ച് നടക്കുകയാണ്. അപ്പൊ അടുത്തടുത്ത് എത്തിയപ്പം വീണ്ടും എന്താ നല്ല AC ആയി കേട്ടാ. അപ്പം തിരക്കേ ഇല്ലായിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ട് തിരക്കില്ലാത്തത് കേട്ടാ. ഞങ്ങൾ അധികം ഡിസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മീഡിയം മുതൽ നാനക്സിൽ വരെ ഞങ്ങൾ ചെയ്യും. അപ്പൊ കുറെ ഇവരെ ചാനൽ നമ്മൾ കാണുന്ന ആളാണ്. ഇവരോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമ്മളൊന്ന് ഫോളോ ചെയ്യാം. സിസാറ ബോട്ടിക്ക് ഉണ്ടോ? സിസാറ ബോട്ടിക് ഉണ്ടല്ലേ? തേങ്ങ ഇടുവാ ഇതുള്ള അല്ലേ, സ്കൂപ്പ് ചെയ്യാം. പുഡിങ്സ് കഴിക്കാനായിട്ട് ചിരട്ടപ്പുട്ടിന്റെ ആണോ പ്രശ്നമാക്കും. ഞാൻ ഈ ചിരട്ട എടുക്കാം. അടുത്ത് വീണ്ടും ഇതാ ഒരു സ്റ്റാളില് മൺചട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുകളിൽ കയറിയെടുത്തും ഒരെണ്ണുണ്ടായിരുന്നു, ഇപ്പൊ ഇതാ താഴെ വന്നതിലും ഒരെണ്ണുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഇരിക്കുന്നത് കണ്ടോ, ഇത് സ്പീക്കറാണ് കേട്ടോ. ഇതാ ഫോണ് അതിൽ പാട്ട് വെച്ചിരിക്കുകയാണേ. അപ്പൊ ഈ സ്പീക്കറിൽ കൂടി നല്ല വോയിസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വേറെ ഇപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ചട്ടി വേണോ വേണ്ടേന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചട്ടി വേണ്ട, വീട്ടിൽ ഇഷ്ടമാതിരി ചട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിസാറിക്ക് പറഞ്ഞ് ഈ വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടാ. അപ്പം വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു വാവ് തോന്നത്തക്ക രീതിയിലുള്ള എക്സിബിഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഇപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ സാറിക്ക് അടുത്ത് പറഞ്ഞു എനിക്കിനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്, അവിടെയും കൂടി പോയിട്ട് പോകാം. അപ്പം സാറിക്ക് പറഞ്ഞു അയ്യോ ഇത്ര
ചൂടല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ കാറിൽ ചൂടില്ലല്ലോ, ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം, 6 മണിക്കുള്ളിൽ ഇൻഷാല്ലാ എന്തായാലും വീട്ടിലെത്താന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വേറെ എവിടെയല്ല, ഇവിടെ ഒരു ഷോപ്പില് ഓഫറൊക്കെ വരുമ്പോഴേക്ക് എനിക്ക് അവർ മെസ്സേജും ഫോട്ടോസും ഒക്കെ അയച്ചു തരും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാറുള്ളേ. അപ്പം ഞാൻ ഇപ്രാവശ്യം നോക്കിയപ്പോഴേക്ക് എനിക്കൊന്ന് ഈ റംസാനൊക്കെ വരെയല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പോണ വഴിയിൽ നല്ല ചൂടല്ലായിരുന്നു, ഞങ്ങൾ ഇതുവരെ ജ്യൂസോ വെള്ളമോ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു മിൽമയുടെ ബൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ പോയിട്ട് കുറച്ച് ജ്യൂസും ഐസ്ക്രീം അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഈ ചൂടത്തൊക്കെ കഴിക്കാൻ നല്ല സുഖം തോന്നി. അപ്പം ഇത് ഇത്രയാണ് വാങ്ങിയത്. അപ്പം നിസാർക്ക് പറയുന്നുണ്ട് തൊണ്ടയ്ക്ക് വയ്യാണ്ട് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നോന്ന്. ഐസ്ക്രീം ശരിക്കും പറഞ്ഞാൽ നിസാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. സനക്കുട്ടി നോക്കിയാൽ അത് നിങ്ങൾക്ക് പിടിച്ച് വാങ്ങിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് മോളെ ഡ്രസ്സൊന്നും ഇല്ലാതെ ചീത്താക്കരുത്, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ ഒരു ബേബി ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോവാം, കാരണം അത്ര നല്ല ചൂട് കേട്ടാ. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ, അതേ നമ്മളുടെ തലസ്ഥാന നഗരിയിൽ മാത്രമാണോ ഇത്രയും ചൂട്? അപ്പം നിങ്ങളുടെ അവിടുത്തെ ചൂടിനെ കുറിച്ചൊക്കെ ഒന്ന് പറയേട്ടാ. അങ്ങനെ ഇപ്പം ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ കാര്യങ്ങളൊന്നുമില്ല, വന്ന കാര്യം കാണുക പോവുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ നിസാർക്കായും വിളിച്ച് വരാറുള്ളൂ കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ നിസാർക്കൊക്കെ പറ്റാത്ത സമയങ്ങളിൽ പറയും നീ ഒറ്റയ്ക്ക് പോയി വാങ്ങിയിട്ട് വന്നു എന്ന് പറയും. അങ്ങനെയുള്ളപ്പോഴേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു പോവാണ് ചെയ്യണത്. പിന്നെ സനക്കുട്ടിയൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഒരു സന്തോഷമാണ്. സനക്കുട്ടിക്കും ഇങ്ങനെയൊക്കെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. പിന്നെ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിസാർക്കയുടെ കൈ വിടത്തേ ഇല്ല കേട്ടോ. അങ്ങനെ എസ്കലേറ്ററിൽ അവർക്ക് സ്വന്തമായിട്ട് നിന്ന് വരണം, അങ്ങനെ നിർത്തിയതാണ്. ഇതാ കണ്ട വീണ്ടും നിസാർക്കയുടെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ. അപ്പം ഞാൻ പറയുന്നുണ്ട് മോളുടെ കാല് വേദന വരത്തില്ലേ, നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ഇതിലേ പോകുന്ന ട്രെയിനും ഒക്കെ ഇങ്ങനെ വായി നോക്കി നടക്കുന്നുണ്ട് കേട്ടാ. ഈ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെയും തിരക്കൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അധികം ക്രൗഡൊന്നും ഇല്ല കേട്ടോ. ഒരു 5-6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കാനേ പറ്റത്തില്ല, അത്ര തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വന്ന കാര്യത്തിലേക്ക് വന്നു. അപ്പം ഈ ഒരു ടൈപ്പ് ബൗളൊക്കെയാണ് ഇത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ട്, അത് ഇവിടെ നിന്നല്ല, പണ്ട് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഈ ഒരു ഗ്ലാസ് നിസാർക്ക് പറഞ്ഞാൽ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു, ഈ ബൗളും കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതങ്ങനെ, ഞാൻ എപ്പോഴും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടാ. എന്നെപ്പോലെ തന്നെ ആയിരിക്കും കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവർക്കും. അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിൽ മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ആവശ്യത്തിലേറെ പാത്രങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം വെറൈറ്റി ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ എടുത്തിട്ട് പോണത്. പിന്നെ ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ ക്വാളിറ്റി കുറച്ച് നോക്കണ ഒരാളാണ്. എന്തെങ്കിലും കണ്ട് ചാടി വീണ് എടുക്കത്തില്ല. പിന്നെ അത് ഒരു സാധനം എടുക്കണമെങ്കിലും അത് ഞാൻ ഒരു 10 പ്രാവശ്യം ആലോചിക്കും, ഇത് എനിക്ക് വെർത്താണോ, എനിക്ക് ഇത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ അങ്ങനെ വാങ്ങിക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടാൻ അതിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടാ. പിന്നെ പലരുടെയും സംശയമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പഴയതൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഒരു സാധനവും ഉപയോഗശൂന്യമായിട്ട് ഞാൻ കളയാറില്ല കേട്ടോ. അത് ആവശ്യക്കാരെ കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യണത്, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾക്ക് കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് മറ്റാരെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് കാണുമ്പോഴും ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പം ഞാൻ ഇപ്രാവശ്യം വാങ്ങിയെല്ലാം ഇതുപോലെ ഗ്ലാസിൻ്റെ പോട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ അത് എടുത്തുകൊണ്ട് പോവാണ്. അപ്പം നിസാറിക്ക് പറയേണ്ടത് നിസാറിക്ക് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. സനക്കുട്ടി ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത്. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.